സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മോൺസ്റ്റർ കമ്മ്യൂണിറ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ ചങ്കമച്ചമ്മർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് ഗ്രാനി ചാപ്റ്റർ 3 ആയിട്ട്. ഗ്രാനി ചാപ്റ്റർ 3 ബോത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഗൈസ്. ഓക്കെ, നമ്മൾ ബോത്ത് വെച്ച് ഇതുമായിട്ട് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ് ഗൈസ്. ഗ്രാൻഡ് പെൻ ഗ്രാനി കൊണ്ട് ഗ്രാൻഡ് കുറച്ച് സീനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ത് സംഭവിക്കും, എന്താണ് ഉണ്ടാവുക ഒന്നും എനിക്കറിയില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കാമെന്ന്. അപ്പോൾ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ ഡാറ്റ കൂടി തന്നെ പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ഈ സാധനമൊക്കെ കുത്തി തുറന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഡേ 1 നമ്മളിതൊക്കെ കുത്തി തുറന്നു. നമുക്ക് ഇനി അടിയിൽ പോയിട്ട് ഗ്രാൻഡ് പേനെ അങ്ങോട്ട് വിളിക്കുക ഗൈസ്. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ നേരെ കയറി ചെന്നാൽ അത് നല്ലൊരു പൊട്ടത്തരായി പോകുമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സീൻ കിട്ടും. എന്താ വെച്ചാൽ നേരെ കയറി ചെന്നാൽ മുമ്പിൽ രണ്ടെണ്ണം കൂടി നിന്നാൽ സീനാവും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അവിടെ പോയി ഒളിച്ചിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് ഒരു ഗ്രാൻഡ് പോകുന്ന സമയത്ത് നമുക്ക് പോയാൽ പോരെ ഗൈസ്. അപ്പോൾ ചാവില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് ഇതിനുള്ളിൽ കയറി ഒളിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ഗ്രാൻഡ് പോകുന്നതാണ്. പറഞ്ഞ പോലെ തന്നെ രണ്ടെണ്ണം പോകുന്നുണ്ട് ഗൈസ്. ഗ്രാൻഡ് അതിൽ തോക്കുമുണ്ട്. തോക്കുണ്ടാണ്ടാണ് ഗ്രാൻഡ് അത്ര സീനായത്. തോക്കില്ലെങ്കിൽ പിന്നെയും കുഴപ്പമില്ലെന്ന് ഗൈസ്. തോക്കുണ്ടെങ്കിൽ എവിടെ നിന്ന് വെടി വെച്ചാലും നമ്മൾ ചാവും. പക്ഷേ ആ തോക്കിനാണെങ്കിൽ അൺലിമിറ്റഡ് ഉണ്ടയാണ് ഗ്രാൻഡ് കയ്യിലാവുമ്പോൾ. നമുക്ക് കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ഉണ്ട പെറുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മൾ ഈ ഒരു സംഭവമൊക്കെ തുറക്കുകയാണ് ഗൈസ്. സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രാൻഡ് ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഇങ്ങോട്ട് പോവുക ഗൈസ്. ഓക്കെ, അടുക്കളയിലൊക്കെ പോയി തപ്പ ഗൈസ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഫസ്റ്റ് ഇവിടെ തപ്പി നോക്കാം എന്തെങ്കിലും ഉണ്ടോ. ഓക്കെ, വെപ്പൺ കീ. ഓക്കെ, വെപ്പൺ കീ കിട്ടി ഗൈസ്. എന്തായാലും നമുക്ക് വേഗം പോയിട്ട് വെപ്പൺ തുറക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് കല്ല് പെറുക്കാൻ പോയാൽ ശരിയാവില്ല ഗൈസ്. ഫസ്റ്റ് വെപ്പൺ തുറന്നിട്ട് കല്ല് പെറുക്കാൻ പോവാം, എന്നാലേ ഒരു ഗുമ്മ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോയി വെപ്പൺ തുറക്കാം. എന്തായാലും ഈ മേശനകത്തൊന്നും ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും. ഇവിടെ ഒന്നുമില്ല. എടാ, ഇവിടെ രണ്ടാം നിലയിലൊന്നും ഇല്ലേ? എടാ, ഞാനിപ്പോൾ കയറി വരുന്നുണ്ട്. ഓ തേങ്ങ, ജസ്റ്റ് മിസ്. ഓക്കെ, ഇത് കുത്തിർക്ക് വേം 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 വേം. എടോ, ഞാൻ കുത്തിയടോ. അമ്മേ, വാലടക്കി. അയ്യോ, ഉമ്മ വാതിലടക്കി. കുളിച്ച് ഞങ്ങളില്ല. അടിപൊളി ഗൈസ്. ഓക്കെ, ചത്തു. എടാ, വെറുതെ ഒരു ഡേ പോക്കിയടാ. എടാ, എന്താണ് ചെയ്യ്, വെറുതെ ഒരു ഡേ പോയി ഗൈസ്. ഒരു ഡേക്ക് എത്ര പ്രാധാന്യം ഉണ്ട് അറിയുക ഗൈസ് നിങ്ങൾക്ക്. ഓക്കെ ഗൈസ്, എന്തായാലും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഡേ 2 ആയിട്ടുണ്ട്. 2 ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം പോയിട്ട് പരിപാടികളൊക്കെ ചെയ്യുക ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും വെപ്പൺ മുകളിലിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെപ്പൺ പോയി എടുത്തിട്ട് രണ്ടെണ്ണത്തിന് അതിനെ സ്പെഡാക്കണം. അത്രേ ഉള്ളൂ പണി. എന്തായാലും നമുക്കൊരു കാര്യം ഉണ്ട് ഗൈസ്. ഈ ഗ്രാൻഡ് പെൻ്റെ കയ്യിൽ നിന്ന് ആ തോക്ക്, ആ ഗണ്ണ് എങ്ങനെയെങ്കിലും നമ്മളെ കയ്യിലാക്കിയാൽ മാത്രമേ നമ്മളെ ഗ്രാൻഡ് പെൻ നമുക്ക് അത് റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഗ്രാൻഡ് പെൻ അല്ലെങ്കിൽ ആ തോക്ക് ഉണ്ടായിട്ടാണ് അത്ര ഡേഞ്ചർ സോണായി നിൽക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ തോക്കില്ലെങ്കിൽ അത്ര ഡേഞ്ചർ ഉണ്ടാവില്ല. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഗ്രാൻഡ് പെൻ അത്ര ഡേഞ്ചർ ആ തോക്ക് ഉണ്ടായിട്ടാണ്. ആ തോക്ക് ഗ്രാൻഡ് പെൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രാൻഡ് പെക്ക് നമ്മളെ വിട്ടൊന്നും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എടുത്തു വന്നാലേ നമ്മൾ ഗ്രാനിനെ പോലെ തന്നെ നമ്മൾ എടുത്തു വന്നാൽ മാത്രമേ നമുക്ക് ഗ്രാൻഡ് പെക്ക് നമ്മളെ കാട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ തോക്ക് എങ്ങനെയും കൈക്കലാക്കണം. നമുക്ക് ഗ്രാൻഡ് പെക്ക് അങ്ങോട്ട് പോകേണ്ട കേസ്. അപ്പം രണ്ടെണ്ണം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മളെ പരിപാടി, നമ്മളെ വെപ്പൺ ഉണ്ട് മുകളിൽ. വെപ്പൺ എടുത്തിട്ട് രണ്ടെണ്ണത്തിന് കൊന്നിട്ട് തോക്ക് എങ്ങനെയും കയ്യിലാക്കണം. എന്നിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വേഗം അങ്ങോട്ട് പോവുക കേസ്. അപ്പം ഇവിടെ ഒന്നും കാണാനില്ല, ഇവിടെ ഒന്നുമില്ല. എന്താ ചെയ്യുക കേസ്, നമ്മൾ ചത്ത സ്ഥലത്ത് നമുക്ക് വേഗം വെപ്പൺ അങ്ങ് എടുക്കാം. ഓക്കെ, ഇവിടെ എന്താ? ഷെഡ്ക്ക് ഉണ്ട്. ഷെഡ്ക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഷെഡ്ക്ക് അവിടെ കൊണ്ടുപോയിടാം. എന്നിട്ട് ഷെഡ്ക്ക് അവിടെ കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് നേരെ നമ്മളെ സ്ലിംഗ് ഷോട്ട് എടുക്കണം കേസ്. ഓക്കെ, ഷെഡ്ക്ക് അവിടെ കൊണ്ടുപോയിടാം. എടാ, ഇതെന്താടാ ഇങ്ങനെ നിൽക്കണ്? എടാ, എന്താടാ സംഭവിക്കുക? ആ ഷെഡ്ക്ക് എവിടെ? എടാ, എന്തൊക്കെയാടാ ഗെയിമിൽ നടക്കണേ? ഈ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ സംഭവിച്ചാൽ. എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഷെഡ്ക്കൊന്നും കാണാനില്ല കേസ്. എന്താ സംഭവം? ഓക്കെ, എന്തായാലും നമുക്ക് വേഗം ഷെഡ്ക്കൊക്കെ പിന്നെ നോക്കാം. ഷെഡ്ക്ക് പിന്നെ നോക്കാൻ പറയാൻ പറ്റില്ല. ഷെഡ്ക്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഷെഡ്ക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോയി സ്ലിംഗ് ഷോട്ട് എടുത്തിട്ട് നമ്മളെ ഈ ഒരു സംഭവമില്ലേ, എന്താ പറയാൻ, ഇവിടെ ഡിക്കിലത് നമ്മളെ ട്രെയിനിക്ക് ഉണ്ട്. ഇനി നമുക്ക് എന്തായാലും സ്റ്റോൺ എടുത്തിട്ട് ഗ്രാൻഡിനായിട്ട് കൊല്ലണം കേസ്. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും അതാണ് പരിപാടി. എന്തായാലും നമ്മൾക്ക് വേഗം പോയിട്ട് ഗ്രാൻഡിനെയും കൊല്ലണം. ഇനി ഗ്രാൻഡ് എവിടെയാണ് ഉള്ളതെന്നൊന്നും അറിയില്ല കേസ്. അപ്പോൾ എന്തായാലും ഒരാളെ കിട്ടിയാൽ മതി. കിട്ടി കേസ്. അടിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ കേസ്, അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യണം കേസ്. അപ്പോൾ ഗ്രാൻഡിനെ കൊന്നുകൊണ്ട് തന്നെ ഗ്രാൻഡ് പെൻ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഗ്രാൻഡ് പെൻ ആവാഹിക്കുകയാണ് കേസ്. ഓം ദുർമന്ത്ര ഗ്രാൻഡ് പെൻ വരട്ടെ കേസ്. ഈ ഗ്രാൻഡ് പെൻ വരുന്നില്ലല്ലോ കേസ്. കുറേ നേരം വെയിറ്റ് ചെയ്തു, ഗ്രാൻഡ് പെനെ കാണുന്നില്ല. എന്താടാ അതിനൊക്കെ പറയുക? സ്വന്തം ഭാര്യ നിലത്ത് വീണ്ട് ഞാനിപ്പോൾ വന്നില്ല പറഞ്ഞാൽ
സ്നേഹമില്ല കൈസ് അതിനൊന്നും. അത്രേ പറയാനുള്ളൂ. നിന്ന് ഗ്രാനി വരെ പോയിട്ടുണ്ട്, സ്പോണായിട്ടുണ്ട് കേസ്. എന്തൊക്കെയാണ് പറയണത്? 3.30 സെക്കൻഡൊക്കെ കഴിഞ്ഞു കേസ്. ഓ ഗ്രാൻഡ് ഇപ്പോഴാണ് വരുന്നത്. ഗ്രാൻഡ് അത് അങ്ങോട്ട് പോണ്. ഒരു ഹെഡ് ഷോട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട്, ഒന്നും നോക്കിയില്ല. എന്തായാലും നമുക്ക് വേഗം പോയിട്ട് പരിപാടികളൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ കേസ് ഇപ്പോൾ എന്തായാലും വേഗം പോയിട്ട് നമുക്ക് ഓക്കെ എന്തൊക്കെ ചെയ്യുക. കുറേ പരിപാടികളുണ്ട്. എന്താ ഇപ്പോൾ നോക്കട്ടെ, ആലോചിക്കട്ടെ കേസ്. എന്തായാലും ഗ്രാൻഡിനെ കൊണ്ട് വിളിച്ചെടുത്താൽ കേസ്. ഗ്രാൻഡിനെ കൊണ്ട് വിളിച്ചെടുത്താൽ എന്നിട്ട് നമുക്ക് തോക്കെടുത്തിട്ട് അത് ചെയ്യുക. തോക്കെടുത്തിട്ട് നമുക്ക് ഗ്ലാസ് പൊട്ടി കേസ്. അതാണ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ ഞാനിപ്പോൾ എന്തായാലും പെടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഗ്രാനി വരാൻ വേണ്ടി കാത്തിക്കുകയാണ് കേസ്. അപ്പോൾ ഗ്രാനി അവിടെ വന്നിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് വേഗം നമ്മൾ സ്റ്റോൺ എടുത്തിട്ട് നമ്മൾ വേഗം ഗ്രാനിനായിട്ട് കൊല്ല കേസ്. ഓക്കെ നേരത്തെ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഗ്രാനിനെ വെച്ചിരുന്നു. അപ്പോൾ അത് കറക്റ്റ് കൊണ്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഇവിടെ വന്നിട്ട് ഗ്രാനിനെ കൊന്നിട്ട് കേസ്. അപ്പോൾ ഗ്രാൻഡ് പാ സ്പോണായി ഉണ്ടാവും. തോക്ക് ഗ്രാൻഡ് പാൻ്റെ കൈ കിട്ടിയോ? ചേട്ടാ തോക്ക് ആ നടുവിലാണ് കിടക്കുന്നത്. ഓക്കെ തോക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചത്തു. തോക്ക് കിട്ടരുതേ. ഇല്ല തോക്ക് കിട്ടില്ല. വേടിക്ക് നമുക്ക് സ്ക്രീൻഷോട്ട് ഇല്ലെങ്കിൽ തോക്ക് ഉണ്ടായാൽ മതി കേസ്. അത് ഇമ്പോർട്ടൻ്റ് സാധനമാണ് തോക്ക് പറഞ്ഞാൽ. ഓക്കെ സംബന്ധത്തിൽ വേഗം പോയിട്ട് നമുക്ക് ആ ഒരു ഗ്ലാസ് ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കി. ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ കിട്ടുകയെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഈ ഒരു സാധനം ഉറപ്പിക്കുക. ക്രൗബാർ ഉണ്ടാവും. പിന്നെന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല കേസ്. 2 ഉണ്ടായാൽ മതിയെന്നു. 2 ഉണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യമായി. ഓക്കെ നമുക്ക് വേഗം പോയിട്ട് ഗ്ലാസ് ബ്രേക്ക് ചെയ്യുക. ഈ സൗണ്ട് ഇട്ടിട്ട് ഗ്യാൻ ഇങ്ങോട്ട് വരും. അതിനേക്കാളും നമുക്ക് വേഗം പരിപാടികളൊക്കെ ചെയ്യാണ്ട്. നമുക്ക് ആ ക്രൗബാർ കിട്ടി. ഇവിടെ എന്താ സേഫ്റ്റിയും ഉണ്ട്. ഓക്കെ തുറക്ക് എന്ത് തുറക്കാത്ത? തുറക്കടാ. തുറക്കുന്നില്ല. ക്രൗബാർ എടുത്തൊക്കെ തുറന്നാലേ തുറക്കുള്ളൂ കേസ്. ഇപ്പോഴത്തെ ടെക്നോളജി അല്ലേ. ഗ്രാൻഡ് ഗ്രാനിൻ്റെ ടെക്നോളജി കേസ്. നിങ്ങൾ എന്താ പറയണത്? നമ്മളിപ്പോൾ ക്രൗബാർ എടുത്താൽ മാത്രമേ നമ്മൾ ക്രൗബാർ കൈ പിടിച്ചാൽ മാത്രമേ നമ്മൾ ഡോർ തുറക്കത്തുള്ളൂ. എന്താ സംഭവം എനിക്കറിയില്ല. ഓക്കെ സോ എന്തായാലും നമ്മുടെ ഗ്രാൻഡിൻ്റെ സൗണ്ട് ഇവിടെ വെക്കല്ലേ? അല്ല വേണ്ട തോക്കോട് വെക്കുന്നത് സേഫ് അല്ല. ഗ്രാൻഡ് പാൻ്റെ കയ്യിൽ ഒരിക്കലും തോക്കിട്ടാൻ പാടില്ല കേസ്. ഓക്കെ അപ്പോൾ എന്നിട്ട് നമുക്ക് ക്രൗബാർ കൊണ്ടിട്ട് തുറന്നു കേസ്. എന്താ ഉള്ളതെന്നൊക്കെ നോക്കട്ടെ. ഇപ്പോൾ വെറുതെ നിൽക്കുന്നത് അത്ര നല്ലല്ല. നമുക്ക് ക്രൗബാർ കൊണ്ടിട്ട് വേഗം തുറന്നു നോക്കാം. ഓക്കെ ടെഡ്ഡി എടുത്തിട്ടുണ്ട് കേസ്. ഒന്നും നോക്കില്ല. ടെഡ്ഡി കിട്ടി. ടെഡ്ഡി എടുത്തു. ഇനി നമ്മൾ ആവാഹിക്കുകയാണ് കേസ്. നമ്മൾ ആ ഗ്രാനിനെ ആവാഹിക്കുക ഗ്രാൻഡ് പാനും ഗ്രാനിനെ. ഓം ദുർമന്ത്ര ഗ്രാനി ഇങ്ങോട്ട് വരട്ടെ. വാ ഓം വരട്ടെ. വന്നു കേസ്. പറഞ്ഞുകൊണ്ട് ഞാൻ നടന്നു. അതാ വരുന്നു കേസ്. ബാക്കിൽ വരുന്നുണ്ട്. തോക്കെടുത്തിട്ട് എങ്ങനെ ടെഡ്ഡി ആയത് കയ്യിൽ? എടാ എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നേ? തോക്ക് ഞാൻ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ടെഡ്ഡിൻ്റെ കയ്യിൽ വന്നേ. എന്താ കേസ് ചെയ്യുക? തോക്ക് പോയിണ്ടാവും. അല്ലപ്പോൾ എന്താ പറയുക? ഇനി തോക്ക് പോയിണ്ടാവും. ഗ്രാൻഡ് കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ? ഇല്ല വേഗം കാണിച്ചു. കിട്ടി. ഓക്കെ എന്തായാലും നമുക്ക് വേഗം ടെഡ്ഡി കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് വേഗം ടെഡ്ഡി കൊണ്ടുപോയിട്ട് കേസ്. ടെഡ്ഡി കൊണ്ടുപോയിട്ട് നമ്മളെ സ്ലെൻഡറിനെ മുന്നിൽ കൊണ്ടുപോയിട്ടാ. സ്ലെൻഡറിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ടല്ല, സ്ലെൻഡറിൻ്റെ ആ ഒരു തൊട്ടിൽ കൊണ്ടുപോയിട്ടിട്ടാ. എന്നിട്ട് സ്ലെൻഡറിന് എന്താ തീരാന്ന് എനിക്ക് അറിയില്ല കേസ്. നോക്കാം എന്താണ് തീരാന്ന്. അമ്മച്ചി എന്തെങ്കിലും ഒന്ന് തന്നാൽ മതിയെന്നു. അല്ല ചേച്ചിയാണ് ചേച്ചി. നമുക്ക് അമ്മച്ചി നമ്മളെ ഗ്രാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ചേച്ചി ആക്കാം സ്ലെൻഡറിനെ. ഓക്കെ ചേച്ചി എന്തോ നമുക്ക് പെഡ്ലോക്ക് തന്നിട്ടുണ്ട്. ഓക്കെ പെഡ്ലോക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ട്രെയിൻ എസ്കേപ്പിന് പെഡ്ലോക്ക് വേണം ആവശ്യമുണ്ട്. ഓക്കെ എന്തായാലും നമുക്ക് പെഡ്ലോക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് അടിയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഗ്രാനി ഇങ്ങോട്ട് വരില്ല കേസ്. ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ലിഫ്റ്റ് കൂടെ അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെ ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യണം കേസ്. ഇനി ഇവിടെ വരാനൊന്നും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ടൈം വന്ന കേസൊക്കെ തന്നെ വേഗം ചെക്ക് ചെയ്യുക കേസ്. ഒക്കെ ചെക്ക് ചെയ്യുക. ഒന്നും നോക്കിയ കേസ്. എന്താ ചെയ്യുക കേസ്? തേങ്ങ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് നേരെ പോയി തേങ്ങ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ തേങ്ങ മുറിച്ചപ്പോൾ തേങ്ങയുടെ നമുക്ക് എന്താ കോയിൻ കിട്ടി. ഓക്കെ കോട്ടിട്ട് ഓക്കെ നമുക്ക് കോയിൻ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് ട്രെയിൻ എസ്കേപ്പിന് ഒരു സാധനം കിട്ടി. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ട്രെയിൻ കീ കിട്ടി. 2 സാധനം കിട്ടി. ഓക്കെ ഡിക്കിയിൽ ട്രെയിൻ കീ ഉണ്ട്. അപ്പോൾ 1 പിന്നെ ഇപ്പോൾ കോയിനും കിട്ടി. ഇപ്പോൾ 2 ഇനി കോയിൻ കൊണ്ടിട്ട് ടിക്കറ്റ് എടുക്കണം. ഓക്കെ ടിക്കറ്റ് എടുത്ത ശേഷം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടിക്കറ്റ് അവിടെ കൊടുക്കണം കേസ് കൗണ്ടറിൻ്റെ അടുത്ത്. എന്നിട്ട് അപ്പോൾ റോബോട്ട് സൗണ്ട് ഉണ്ടാക്കില്ല. എന്നാലും നമുക്ക് കൊടുക്കുക കേസ്. ഓക്കെ ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത് വെച്ചാൽ ആക്സിലേറ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടണം. പിന്നെ നമുക്ക് എന്താ പറയുക ഇലക്ട്രിസിറ്റി പറഞ്ഞ സാധനം ഉണ്ട്, അത് കിട്ടണം. അതൊക്കെ കിട്ടിയാൽ നമുക്ക് 2 മതി കേസ്. 2 സാധനം മതി. അത് 2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റും. അപ്പം നമുക്ക് നമ്മളത് കൊടുത്ത് നമ്മൾ ടിക്കറ്റ് വാങ്ങിയിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു ക്രൗബാർ എടുത്തതിന് ശേഷം ടിക്കറ്റ് കൊണ്ടുപോയി കൊടുക്കുക കേസ്. ഓക്കെ അങ്ങനെ ടിക്കറ്റ് വാങ്ങിയിട്ട് ഓക്കെ നമുക്ക് എന്തായാലും പ്രതീക്ഷ ഉണ്ട് കേസ്. ജയിക്കാൻ പ്രതീക്ഷ ഉണ്ട്. എന്താ വെച്ചാൽ ഇനി നമുക്ക് സേഫ്റ്റി തുറക്കാണ്ട് കുറേ സാധനങ്ങൾ ആക്കാണ്ട് കേസ്. ഓക്കെ
അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു സംഭവം ഫസ്റ്റ് തന്നെ ആക്കി വെച്ചു. നമ്മൾ എന്തെങ്കിലും ക്രൗബാർ മുകളിൽ പോയി തുറക്കാണ്ട് അത് തുറക്കാണ്ട് പിന്നെ നമുക്ക് സേഫ്റ്റി തുറക്കാണ്ട്. അപ്പോൾ നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. ഈ സൗണ്ട് കേട്ടിട്ട് ഗ്രാനി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗ്രാനി ഇതേ പോയി കേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഗ്രാനി പോയ സ്ഥിതിക്ക് ഞാനിപ്പോൾ വരില്ല എനിക്കറിയാം, സൗണ്ട് ഇല്ല കേസ്. എന്തെങ്കിലും നമ്മൾ ആ ഡ്രോപ്പ് ചെയ്തിട്ടാണ് സൗണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഗ്രാനിയേ വരുള്ളൂ. മറ്റേ ഈ ഒരു റോബോട്ട് സൗണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ 2 ആൾ വരത്തുള്ളൂ. അപ്പോൾ ഗ്രാൻപ്പയ്ക്ക് എന്തായാലും സൗണ്ട് കേൾക്കില്ല. ഞാനിപ്പോൾ ഗ്രാനി പോകുമ്പോൾ മെല്ലെ പോകുന്നതേ ഉള്ളൂ, അത്രേ ഉള്ളൂ കേസ്. അപ്പോൾ എന്തായാലും നമ്മളെ ഗ്രാൻപ്പനൊന്നും കാണാനില്ല. അപ്പോൾ ഗ്രാൻപ്പനെ നോക്കി പോവുകയാണ് കേസ്. ഗ്രാൻപ്പനൊന്നും കാണാനില്ല കേസ്. ഓക്കെ, അപ്പോൾ ഗ്രാൻപ്പനെ നോക്കുന്ന സമയത്ത് ഗ്രാൻപ്പതേ ഉറങ്ങുന്നു കേസ്. കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഗ്രാൻപ്പനെ തലക്കിട്ട് തന്നെ കൊടുത്തപ്പോൾ ഗ്രാൻപ്പ ഞെട്ടിപ്പോയി കേസ്. ഉറക്കത്തിൽ ഞെട്ടിപ്പോയി. സ്വപ്നം കണ്ട് ഉറങ്ങാവും. അപ്പോൾ പാവല്ല വിചാരിച്ച് നമ്മൾ വിടാൻ വേണ്ടി നിന്നു. പക്ഷേ ചെകുത്താനായിട്ട് നമ്മൾ വിട്ടില്ല കേസ്. അതെന്താ വെച്ച് നമ്മൾ ഉറങ്ങുമ്പോൾ നല്ല രസവും കാണാൻ. പക്ഷേ എണീറ്റ് വന്നാൽ പണ്ടാരം നമ്മളെ കൊല്ലും. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം അതിനാണ് പെടാക്കിയിട്ടുണ്ട്. നമുക്ക് ഗ്രാനി വരാൻ വേണ്ടി കാത്തിക്കണം കേസ്. ഷോട്ട്ഗണ്ണോടെ ഡ്രോപ്പ് ചെയ്തപ്പോൾ ഗ്രാനി ഇത് പറന്ന് വരുന്നത് ആകാശത്ത് കൂടെ പറക്കരുത് കേസ്, നിലത്ത് കൂടെ പറക്കാണ്. ആ പുതിയതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ട്രാപ്പും വെച്ചിട്ടുണ്ട്. തേങ്ങ എന്താ കേസ്, ഇത് അള്ളിയപ്പോൾ ട്രാപ്പൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നില്ലേ? ട്രാപ്പൊക്കെ ഉള്ളിൽ നിന്നാണ് വീഴാണ് കേസ്. ബ്ലഡി ഫുൾസ് എന്താ ചെയ്യേ കേസ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടുന്ന് നമ്മളെ ഉണ്ടെടുത്തിട്ട് കാക്കേനെ കൊല്ലണം കേസ്. കാക്കേനെ ഇമ്പോർട്ടൻ്റായി കൊന്നിട്ട് കാക്കേൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് സാധനം കിട്ടണം. അതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, കാക്കേൻ്റെ അടുത്ത് നിന്ന് എന്താ കിട്ടുക നോക്കാം നമുക്ക്. ജനറേറ്റർ. ഓക്കെ, ജനറേറ്റർ കിട്ടി. ജനറേറ്റർ ഇനി കിട്ടിയാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ചാൽ നമ്മൾ ജനറേറ്റർ കിട്ടിയാൽ മാത്രമേ നമുക്ക് ലിഫ്റ്റ് കൂടെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജനറേറ്റർ കൊണ്ടിട്ട് ഫിറ്റ് ചെയ്യാം. നമുക്ക് ഷെഡ്ക്കി കിട്ടിയിട്ട് ഷെഡ്ക്കി കൊണ്ടിട്ട് തുറന്നിട്ട് നമ്മൾ ജനറേറ്റർ അതിനുള്ളിൽ വെക്കണം. എന്നിട്ട് നമുക്ക് ലിഫ്റ്റ് കൂടെ പോകാൻ കഴിയും. അപ്പോൾ ലിഫ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്, നല്ല ആവശ്യമുണ്ട്. ഇത് നമുക്ക് വേഗം ഫസ്റ്റ് ഷെഡ്ക്കി തുറക്കാം. ഷെഡ്ക്കിനുള്ളിൽ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഫസ്റ്റ് ഷെഡ്ക്കി തുറക്കാം. ഈ ഷെഡ്ക്കിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും നല്ല സാധനം കിട്ടിയാൽ മതി. ആവശ്യമുള്ള സാധനം കിട്ടിയായിരുന്നു. ഇപ്പം നമുക്ക് ട്രെയിനിക്ക് 2 സാധനം കിട്ടി കേസ്. ഓക്കെ, അപ്പം എന്താ കിട്ടുക നോക്കാം. ഷെഡ്ക്കിനുള്ളിൽ നിന്ന് തുറക്ക്. ഓക്കെ, മാച്ച് ബോസ് ആടാ. പ്ലാങ്ക് ആവശ്യമില്ല. പ്ലാങ്ക് ഞാൻ കാണിച്ചു തന്നല്ലോ മിസ്. പ്ലാങ്ക് അവിടെ ബ്രിഡ്ജ് ഗാങ് ആണ്. അപ്പോൾ പ്ലാങ്ക് നമുക്ക് വേണ്ട. ഇവിടെ ദേ നമ്മളെ ഇത് എടുക്ക് മെല്ലെ. കിട്ടി. ഓക്കെ, നമ്മൾ ജനറേറ്റർ കേബിൾ എടുത്തിട്ട് വേഗം പോകും കേസ്. ജനറേറ്റർ കേബിൾ ഇതോടെ ഫിറ്റ് ചെയ്തിട്ട് നമ്മളെ ചുവപ്പ് ബട്ടൺ അമർത്തിയപ്പോൾ ഇതേ ഒരു വലിയ കുടു സാധനം പോയിട്ടുണ്ട്. നമ്മളെ വൈദ്യുതിയാണ് കേസ്. നിങ്ങളെന്താ പറയുന്നത്? ഓക്കെ, സ്റ്റോണും എടുത്തിട്ടുണ്ട്. സ്റ്റോണിൻ്റെ അണ്ടറിന് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടി വരും. അപ്പോൾ ഇതേ നമ്മൾ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ മെല്ലെ അടച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല കേസ് ഗ്രാനി വന്നോന്നുള്ളത്. ഞാൻ അങ്ങോട്ട് വരും, പക്ഷേ ചില സമയം ഗ്രാനി ഗ്ലിച്ചടിച്ച് പോകും കേസ്. വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വേഗം പോയിട്ട് നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്ത് ഓക്കെ നമ്മളെ ക്രൗബാർ എടുത്തിട്ട് മുകളിൽ കൊണ്ടുപോയിട്ട് തുറക്കാണ്ട് കേസ്. ഓക്കെ, അപ്പോൾ വേഗം പോയി തുറക്കുക കേസ്. ഇപ്പോൾ ട്രെയിനിക്ക് 2 സാധനം കിട്ടിയുള്ളൂ. ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ 3 ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം പോവാം. ഗ്രാൻഡ്പേനൊന്നും കാണാനില്ല. എടാ ഗ്രാൻഡ്പ വരുന്നുണ്ട്, ബാക്കിലുണ്ട്. എടാ ഗ്രാൻഡ്പ അവിടെ ഉണ്ടായിരുന്നില്ലേ? പിന്നാലെ വരുന്ന ഓമ്മേ. നോർമൽ തന്നെ എത്ര സ്പീഡാണെങ്കിൽ എക്സ്ട്രീം ആടെ കളിച്ചാൽ നല്ല സ്പീഡാവും കേസ്. അപ്പോൾ കളിക്കാൻ തന്നെ കഴിയില്ല തോന്നും. നല്ല സ്പീഡ് വന്നുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഓക്കെ, ഇലക്ട്രിസിറ്റി കിട്ടി. ഇലക്ട്രിക് സ്വിച്ച് കിട്ടി. 3 ഐറ്റം കേസ്. 3 ഐറ്റം എണ്ണിക്കോളൂ. ഫസ്റ്റ് നമ്മളെ ഇത് എന്താ പറയുക, ഷെഡ്ക്കി അല്ല നമ്മളെ ട്രെയിൻ കീ, പിന്നെ നമ്മളെ ഇലക്ട്രിക് സ്വിച്ച്, പിന്നെ നമ്മളെ കോയിൻ. 3 ആയില്ലേ? ഇനി നമുക്ക് ഒറ്റ സാധനം കൂടെ ഉള്ളൂ, നമ്മളെ ആക്സിലേറ്റർ മാത്രം കേസ്. ആക്സിലേറ്റർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നമുക്ക് അറിയാം. ഇനി നമുക്ക് പരിപാടി ഒന്നേ ഉള്ളൂ. ഇനി ആക്സിലേറ്റർ കിട്ടാൻ വേണ്ടി നമ്മളെ കുപ്പി വീത്തുക. നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ കുപ്പി വീത്തൽ പരിപാടി മാത്രമേ നമ്മളെ മുന്നിലേക്ക് കാണാൻ പറ്റുന്നുള്ളൂ. വേറെ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, എന്താ ഉള്ളത് കേസ്? ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് എന്തായാലും ഒറ്റ പണിയുള്ളൂ. നമ്മളെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ കുപ്പി വീത്തിയിട്ട് വെള്ളം നിറയ്ക്കണ പരിപാടി മാത്രമേ ഇനി ചെയ്യാനുള്ളൂ കേസ്. ഞാൻ വെള്ളം നിറച്ച് പെഡലോക്കിയും കൂടി ഫിറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ആക്സിലേറ്ററോ എന്തെങ്കിലും കിട്ടും. അപ്പോൾ അത് കിട്ടിയാൽ നമുക്ക് ആക്സിലേറ്റർ കിട്ടിയാൽ രക്ഷപ്പെടും. ആക്സിലേറ്റർ കിട്ടിയില്ല നമുക്ക് ഒന്നും കളിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായാലും 2 ഉണ്ടുണ്ട്. അപ്പോൾ ഒരു ഉണ്ട നമുക്ക് എടുത്തിട്ടുണ്ട്, എന്തായാലും ഫുള്ളാക്കിയിട്ടുണ്ട്. സോ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കേസ്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ പാളിപ്പോയാൽ പ്രശ്നമാവും. അപ്പോൾ ഇതേ കയറി വരുന്ന കേസ് ഗ്രാനി. എൻ്റെ മോനെ. അപ്പോൾ ഒന്ന് കൊടുത്തിട്ടുണ്ട്, ഡൗൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാൻഡ്പനെ കാണാനല്ല, ഗ്രാൻഡ്പനെ നോക്കി നിൽക്കണം. ഞാനിപ്പോൾ വരുന്നതന്നല്ലേ കേസ്. ഞാനിപ്പോൾ വരുന്നുണ്ടാവുന്ന വയസ്സ് കുറേ നേരം ഞാനിപ്പോൾ വരാത്തത്. വേഗം വരക്കുന്നുണ്ടെങ്കിൽ വേഗം വാ. അപ്പോൾ കുറേ നേരം നിൽക്കുകയാണ് കേസ്. അപ്പോൾ കുറേ നേരം നിന്നപ്പോഴത്തേക്ക് ഞാനിപ്പോൾ വന്നിട്ടുണ്ട്. കുറേ നേരം നിന്നു ഞാൻ.
ഓക്കെ. അപ്പോൾ ഗ്രാനി ഇതേ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാൻഡ് പേജ് അകത്തുണ്ട്. രണ്ടാളെയും നമ്മൾ കൊന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത പരിപാടി സ്ക്രീൻഷോട്ട് എവിടെയാണാവോ? ആയിരിക്കും ഇവിടെ ഡിക്കിയിൽ വെക്കാം ഗൈസ്. തോക്ക് ഡിക്കിയിൽ വെക്കാം. എന്നാൽ ഗ്രാൻഡ് പേ കിട്ടാൻ ചാൻസ് ഇല്ല ഗൈസ് ഡിക്കിയിൽ വെച്ചാൽ. എന്തായാലും നമുക്ക് കുപ്പി വീത്തൽ പരിപാടി തുടങ്ങുകയാണ് ഗൈസ്. നമ്മൾ ഒരു കുപ്പി നിലത്ത് വീത്തി ആ കുപ്പിയിൽ ഇനി വെള്ളം നിറയ്ക്കാൻ പോവുകയാണ് നമ്മൾ. ഓക്കെ. വെയ്സ് കുപ്പി എന്നല്ല, നമ്മൾ മലയാളത്തിൽ കുപ്പി എന്നാണ് എന്തെങ്കിലും പറയണേ ഗൈസ്. എല്ലാം ഇംഗ്ലീഷ് വേണ്ട, ചിലതൊക്കെ മലയാളം വേണം. വെയ്സ് എന്നാണ് ഇതിൽ എഴുതി കാണിച്ചത്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ കുപ്പി എന്ന് പറഞ്ഞു. ഇപ്പം എന്താ പ്രശ്നം? ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും നേരെ പോയിട്ട് നമ്മളെ വെള്ളം മുക്കണം. വെള്ളം മുക്കിയ ശേഷം ഇറ്റ്സ് ഫുൾ ബെറ്റർ നോട്ട് ഡ്രോപ്പ് ഇറ്റ്. ഇത് ഫുള്ളാണ്. ഇത് നിലത്തിടാൻ പാടില്ല. നിലത്തിട്ട് എന്താ ഉണ്ടാവുക? പൊട്ടും. പറയാൻ പറ്റില്ല ഗൈസ്. ഇപ്പോൾ വെറുതെ ഗെയിം ചളിയാക്കണ്ട. ഇനി കിട്ടിയ സാധനം വേഗം കൊണ്ടുപോയിട്ട് എടുക്കുക ഗൈസ്. കൂടുതൽ ആലോചിച്ചാൽ ഏതാ ഒന്നുമില്ല. ഓക്കെ ഗൈസ്. എന്തായാലും കുപ്പി അവിടെ അല്ല വെക്കേണ്ടത്, നമ്മുടെ സ്ഥലം മാറിപ്പോയി. ഓക്കെ. കുപ്പി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുപ്പിയും കൂടി വേണം. വെള്ളമൊക്കെയും കൂടി കിട്ടി കഴിഞ്ഞാൽ അതിനുള്ളിൽ എന്തെങ്കിലും കിട്ടും. ഈ കുപ്പി ടാസ്ക്കാണ് ഗൈസ്. നല്ല ടാസ്ക് സംഭവമാണ് കുപ്പി വിത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഗൈസ് നമ്മളെ സ്ക്രീൻഷോട്ട് നമ്മൾ എടുക്കാൻ പോവുകയാണ് ഗൈസ്. മുകളിലുണ്ട് നമ്മളെ ഗ്രാൻഡ് പപ്പും ഞാൻ എവിടെയെങ്കിലും ഉണ്ടാവും. സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഇത് ഉണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ കാണാനല്ല. വേഗം എടുത്തോ. അമ്മേ ഗ്രാൻഡ് പാ എടുത്തോ. ആ ഓക്കെ. ഇനി ഗ്രാൻഡ് പേരെ കൊല്ലണം. വേം വാ. നമ്മൾ കറക്റ്റ് ഹെഡ് അങ്ങ് നോക്കിയിട്ടുണ്ട്. ഓക്കെ. ഒന്ന് ഡൗണ്. രണ്ടാമത്തെ. എടാ വേഗം വരണേ. വേഗം വരണം. എന്നാലേ എനിക്ക് കൊല്ലാൻ പറ്റുള്ളൂ. വേഗം വാ. ഗൈസ് നിങ്ങളൊരു കാര്യം നോക്കിയിരുന്നു ഗൈസ്. ഈ ഗ്രാനിയൊക്കെ 1.30 ഒരു നിൽക്കും എന്നല്ല പറഞ്ഞത് ഗൈസ്. അപ്പോൾ അത്രയ്ക്കൊന്നും നിൽക്കണമെന്നില്ല. വേഗം സ്പോൺ ആവുന്നുണ്ട്. ഒരു 20 സെക്കൻഡ് 30 സെക്കൻഡ് കഴിഞ്ഞാൽ ഒരു സ്പോൺ ആവുന്നുണ്ട്. നിങ്ങളൊന്ന് എണ്ണി നോക്കൊണ്ട് ഗൈസ്. ഒരു 1.1 മിനിറ്റ് ഒക്കെ നിൽക്കുമെന്നാണ് പറയണത്. 20 സെക്കൻഡ് വരെ നിൽക്കണുള്ളൂ ഗൈസ്. 20 സെക്കൻഡ് 19 സെക്കൻഡൊക്കെ നിൽക്കണുള്ളൂ. അപ്പോഴത്തേനും ഒരു സ്പോൺ ആവും. എണ്ണി നോക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എനിക്കറിയില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ കുപ്പി വേഗം വീത്തിയിട്ട് നമുക്ക് വെള്ളം നിറക്കിയ കേസ്. ആ കുപ്പിയിലും കൂടി രണ്ടാളും ചത്തിട്ടിട്ട്. അപ്പോൾ ചത്ത ടൈമിൽ വേഗം പോയിട്ട് വെള്ളം നിറച്ചിട്ട് അടിയിലേക്ക് കൊണ്ടുവെക്കണം. പിന്നെ പെള്ളോക്കി നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മളെ പരിപാടികൾ ചെയ്യാണ്ട്. ഓക്കെ കേസ്. അപ്പോൾ വേസ് എടുത്തിട്ട് നമ്മൾ ഇവിടെ സൗണ്ട് ഉണ്ടായി കേസ് കുപ്പി വീണപ്പോൾ. എന്തായാലും നമുക്ക് ഈ ഒരു സാധനം അടിയിലേക്ക് ഇട്ടിട്ട് ഗ്രാനിനെ അങ്ങോട്ട് വരുത്താം. അടിയിലേക്ക് പോടാ. അത്രേ ഉള്ളൂ. അപ്പോൾ ഗ്രാനി അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്തായാലും ഈ കുപ്പി എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും കേസ്. എന്നിട്ട് ഈ കുപ്പി ഇവിടെ ഇടുമ്പോൾ ഗ്രാനി ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ 2-3 വട്ടം ഇടാം. ചിലപ്പോൾ ഗ്രാനിക്ക് ചെവി കേൾക്കില്ല, പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കണ്ടില്ല ഗ്ലിച്ചടിച്ച് പോകും ഗ്രാനി. ഓക്കെ. അപ്പോൾ നമ്മളെ ഇലക്ട്രിക് സ്വിച്ച് അവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇത് വേഗം കൊണ്ടുപോയി നിറക്കി കേസ്. ഇതാണ് ടാസ്ക്കുള്ള സംഭവം. വേഗം തീർത്താൽ പിന്നെ ആ ടാസ്ക് ആലോചിച്ച് നിൽക്കണ്ട. അപ്പോൾ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കി കേസ് വേഗം പോയിട്ട്. ഓക്കെ. ഗ്രാനി ഇങ്ങോട്ട് വരാൻ വേണ്ടി സൗണ്ട് ഉണ്ടാക്കി. ഞാൻ എന്തായാലും ഗ്രാനി ഇങ്ങോട്ട് പോയതിന് ശേഷം നമുക്ക് വേഗം അടിയിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഗ്രാനി പോകുന്നില്ല. ഗ്രാനി ഇതേ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. മുകളിലായിരുന്നു ഗ്രാനി. ഓക്കെ. ചിലപ്പോൾ നമുക്ക് അറിയില്ല കേസ് എവിടെ ഗ്രാനി ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കയറിപ്പോയാൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരുത്തിയത്. അപ്പോൾ ഇതേ ഗ്രാനി സൗണ്ട് ഇട്ടിട്ട് ഇങ്ങോട്ട് വരുന്നു. തേങ്ങ ആ സൗണ്ട് ഒരു ചടപ്പ് കേസ്. നമ്മൾ ആളിൽ കൂടെ നടക്കുന്ന സമയത്ത് ഇട്ടിരുന്നൊരു സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. അതൊരു ചടപ്പ് സാധനമാണ്. ഓക്കെ. അത് ഉണ്ടാകുമ്പോൾ ഗ്രാനി അങ്ങോട്ടേക്ക് വരും. നമ്മൾ ദിശ മാറിപ്പോകും കേസ്. ഓക്കെ. ചിലപ്പോൾ അത് എങ്ങനെ ഇല്ലാതെ പോകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പെള്ളോക്കി തപ്പി പോകണം കേസ്. പെള്ളോക്കി എവിടെയൊന്ന് വെച്ചത് മറന്നു കേസ്. എവിടെയൊന്ന് വെച്ചിരുന്നു പെള്ളോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എവിടെയാണ് വെച്ചത്. എനിക്ക് ചെറുതായിട്ട് എല്ലാം കൂടി ആലോചിച്ചിട്ട് തലേ കിട്ടിയില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഗ്രാനി ഇതേ മുകളിലുണ്ട് കേസ്. മുകളിൽ കയറി കൂടി നിൽക്കുകയാണ്. ഉള്ളിലേക്ക് പോയി. ഓക്കെ. എന്നാൽ വേഗം പോയിട്ട് ട്രാപ്പ് വെച്ചിട്ടുണ്ട്. ട്രാപ്പും കൂടി പെട്ടാൽ സീൻ കിട്ടും. അവിടെ നിന്നൊക്കെ ട്രാപ്പിൽ നോക്കി പോകണം കേസ്. നിലത്ത് നോക്കി പോകണം. അല്ലെങ്കിൽ ട്രാപ്പിലൊക്കെ പെട്ട് പോയാൽ അവിടെ നിന്ന് ചാവാൻ നല്ല ചാൻസ് ഉണ്ട്. ചത്തു കഴിച്ചു പറയാനല്ല, ചത്തു. കേസ് ഇവിടെ നിന്ന് പെള്ളോക്കി കാണാമല്ലോ കേസ്. എന്തിനും മുകളിൽ പോയി അവിടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേസ്. ഇവിടെ ഫയർവുഡ് ഉണ്ട്. ഫയർവുഡിന് ആവശ്യമില്ല. നമുക്ക് കാക്കനെ ഓൾറെഡി കൊന്നു. അതുകൊണ്ട് നമുക്ക് ഫയർവുഡിൻ്റെ ആവശ്യമില്ല. ഓക്കെ. ഇനി ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ അല്ല കേസ്. പെള്ളോക്കി ഞാൻ എവിടെ വെച്ചത് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടില്ല കേസ്. ആ ഷെല്ലും കൂടി ഓർത്ത് വെച്ചിട്ട് കിട്ടുന്നില്ല. ചേട്ടാ ഇപ്പോൾ എവിടെയാണോ ഞാൻ പെള്ളോക്കി വെച്ചത്? എന്തെങ്കിലും കേസ് ഒരു സംഭവം അവിടെ നടന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചത്തു. എങ്ങനെ ചത്തു നിങ്ങൾ വിചാരിക്കും? ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു റൂമിൻ്റെ അങ്ങോട്ട് കിടന്നപ്പോൾ പെട്ടെന്ന് ആ ഗ്രാൻഡ് പോന്നിട്ട് ഒരൊറ്റ കുത്ത് നമ്മുടെ മോന്ത കിട്ടി നമ്മൾ അടിയിൽ കിടന്നു. പക്ഷെ എന്താ ചെയ്യുക കേസ്. അങ്ങനെ 6 റൗണ്ടും പോയിട്ടുണ്ട്. ആ ഡേയും പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാൻഡ് പേ റൂമിലേക്ക് പോകണം കേസ്. നമ്മളെ മുമ്പ് തന്നെ നമ്മളെ സേഫ്റ്റി ഉണ്ട്.
ചെക്കന്മാർ റൂമിക്കൊക്കെ പോകുന്നുണ്ട്, എന്താ നടക്കണമെന്ന് അറിയില്ല. ഓക്കെ, അത് ചിന്തിക്കണം നിങ്ങൾ, ഗെയിം ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ വേഗം നമ്മളെ ആ ഒരു സമയത്ത് നമ്മളെ സൗണ്ട് ഉണ്ട് കേസ്, സൗണ്ടും ഉണ്ടായി. ഞാനിപ്പോൾ വരും. എടാ അതിന്ന് ഫ്യൂസ് കിട്ടി, തേങ്ങ ഫ്യൂസ് നമുക്ക് വേണ്ട. എത്ര വട്ടം പറഞ്ഞു ഫ്യൂസ് വേണ്ട. ഫ്യൂസിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഫ്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, നമ്മൾ എസ്കേപ്പായി കഴിഞ്ഞു, നമ്മൾ ഡോർ എസ്കേപ്പ് കഴിഞ്ഞു. ഓക്കെ, ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോറാണ്. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സംഭവം ഡോർ എസ്കേപ്പാണ്. ട്രെയിൻ എസ്കേപ്പിനാണ് ഏറ്റവും കൂടുതൽ സാധനം വേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫൈനലി കുറേ നേരം തിരഞ്ഞ് നമ്മളെ പെല്ലോക്ക് നമ്മൾ ഇട്ടുണ്ട് ഗൈസ്. നമുക്ക് മനസ്സിലായി എവിടെയാണ് വെച്ചതെന്ന്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചു, ഒരു സ്ഥലത്ത് ഒളിച്ച് നിന്നിട്ട് അങ്ങനെ ആലോചിച്ചു ഗൈസ് കുറച്ച് നേരം. അപ്പോൾ ഈ മനസ്സിലായി എവിടെയാണ് പെല്ലോക്ക് വെച്ചതെന്ന്. ഓക്കെ, നമ്മൾ പെല്ലോക്ക് എടുത്തിട്ട് ഒന്നും നോക്കിയില്ല, ഈ ഒരു സംഭവത്തിൻ്റെ സൗണ്ട് ഉണ്ടാക്കി അപ്പോൾ വേഗം പോയി പെല്ലോക്ക് ഫിറ്റ് ചെയ്തിട്ട് എന്താണ് അതിൽ നിന്ന് കിട്ടുക എന്നൊക്കെ നോക്കുക ഗൈസ്. ഓക്കെ, ഇന്ന് നമ്മളെ ഗ്രാനിനോട് വിളിച്ചിട്ടുണ്ട്, അപ്പോൾ ഗ്രാനി അങ്ങോട്ട് പോട്ടെ കേസ്. ഞാൻ ഗ്രാനി എവിടെ, നമ്മൾ ഡോർ അടച്ചു വെച്ചാണ്. ഗ്രാനി ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല, ഗ്രാനി വന്നിട്ടില്ല. ഓക്കെ, ഗ്രാനി എവിടെ, ഗ്രാനി വരുന്നില്ല കേസ്. ആ ഗ്രാനി ഇതേ മുകളിലേക്ക് കയറിപ്പോണ്. ഇതാണ് പറഞ്ഞ കേസ്, ഗ്രാനിക്ക് ചില സമയം സൗണ്ട് കേൾക്കൂല, അല്ല ചെവി കേൾക്കൂല. അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ടില്ല കേസ്, നിങ്ങൾ കണ്ടില്ലേ, അതാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നല്ല സൈഡിൽ കൂടെ ഒരത്തി പോയിട്ട് ആ സൗണ്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അപ്പോൾ എന്താ വേഗം പോയിട്ട് നമ്മളെ വെള്ളമൊക്കെ നോക്കാം കേസ്, എന്താ കിട്ടുക നോക്കാം. അമ്മേ ഗ്രാൻഡ്പ, എൻ്റെ മോനെ ചത്തേന്ന് ഇപ്പോൾ. ഓ ഗ്രാൻഡ്പ എന്താണ് കാട്ടുന്നത് ഇവിടെ, എന്തൊരു തേങ്ങയാണിത്. നമ്മൾ മര്യാദയ്ക്ക് കൊടുക്കാൻ പോയത്, അപ്പോഴത്തേക്കൊരു ബ്ലഡി ഫുൾസ് വന്നിട്ട് നമ്മളെ തടഞ്ഞു കേസ്. എന്ത് ചെയ്യും, എന്തെങ്കിലും നമ്മൾ ഗ്രാൻഡ്പ നമ്മൾ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ചാവാൻ ചാൻസ് ഉണ്ട് കേസ്, നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാറിൻ്റെ അവിടെ നിന്ന് എന്തായാലും നമ്മളൊരു അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് കാണിക്കില്ല. കാറിൻ്റെ അവിടെ എന്തായാലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ ഓടാ ചത്. ഓ ഗ്രാൻഡ്പ വെക്കുന്നുണ്ട്, വെടി വെക്കുന്നുണ്ട്. ഗ്രാൻഡ്പയ്ക്ക് ഈ അൺലിമിറ്റഡ് ഉണ്ടാണ്ട് തന്നെ ഈ ഉണ്ട കയ്യൂല കേസ്. നമ്മൾ നേരെ അങ്ങോട്ട് വണ്ടി ഉണ്ട് കേസ്, അവിടുന്ന് ചത്തും ചെയ്തു. എന്താ ചെയ്യുക കേസ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെങ്ങനെ വണ്ടിയാലും ഗ്രാൻഡ്പ നമ്മളെ കൊല്ലും, ഒരു രക്ഷയില്ല കേസ്. അവിടുന്ന് നമുക്ക് ആ വാതിലടച്ച് പോണേന്ന് കേസ്, മുൻകൂട്ടി തീരുമാനിക്കണേന്ന്. എന്തിനും കേസ് നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കേസ്. 4ാമത്തെ ദിവസമായിട്ട് നമ്മളെ ബ്ലഡൊക്കെ വന്നിട്ടുണ്ട് കേസ്. ഇനി എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അമ്മേ ഗ്രാനിൻ്റെ അവിടെ ആരെയും കാണാനല്ലേ കേസ്. ഓക്കെ, ഇവിടെ എങ്ങോട്ടാ പോയത് അറിയില്ല. നമുക്ക് മുപ്പത് നമ്മളെ പിന്നാലെ കൂടിയുണ്ട്. ഓക്കെ, ഗ്രാനി ഈസ് നൗ ഗോൺ ഫോർ 1 മിനിറ്റോ. ഗ്രാനീനാരെ കൊന്നത് കേസ്, ഇവിടെ ഗ്രാനീനാരെ കൊന്നത്. എടോ ഗ്രാൻഡ്പ ഗ്രാനീനെ കൊന്നു. ആ ഗ്രാൻഡ്പനെ തോക്കുണ്ട്. എൻ്റെ മോനെ, അതിനൊക്കെ കയ്യടി കൊടുക്കുക കേസ്, കയ്യടി കൊടുക്കുക. ഗ്രാൻഡ്പയ്ക്കൊന്നും സ്നേഹമല്ല കേസ്. ഗ്രാൻഡ്പയുടെ വെക്കുമ്പോൾ ആരെ മുന്നിലുള്ളൊന്നും നോക്കൂല, ഗ്രാൻഡ്പയുടെ കൊല്ലും കേസ്, അത്രേ ഉള്ളൂ. സ്വന്തം ഭാര്യനെ കൊന്നു കേസ്. ഇതെല്ലാം നമുക്ക് അതൊക്കെ വിട് കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് തുറക്കാൻ പോകണം കേസ്, എന്ത് കിട്ടും എന്നറിയില്ല കേസ്. ആക്സിലേറ്റർ യെസ്, ഐ എം ഗോട്ട് ഇറ്റ്. ആക്സിലേറ്റർ കിട്ടി കേസ്, ആക്സിലേറ്റർ കിട്ടി. എസ്കേപ്പ് ആയി കേസ്. അങ്ങനെ ഫൈനലി നമ്മൾ ഗ്രാനി ചാപ്റ്റർ 3 എന്നൊരു വീഡിയോയിൽ നിന്ന് ആയിപ്പോയി. ഗ്രാനി ചാപ്റ്റർ 3 എന്നൊരു ഈ ഒരു ഗെയിമിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ആകാൻ പോകുകയാണ് കേസ്. അപ്പോൾ എന്തായാലും നമ്മളെ ഇലക്ട്രിസിറ്റി ആയിപ്പോയി. നമ്മളെ ആക്സിലേറ്റർ കുടിക്കുക കേസ്. ഇനി നമ്മൾ ഗ്രാനി ആയിപ്പോയി. അതിനിടെ ട്രെയിൻ കീ ആവശ്യമുണ്ട്. ട്രെയിൻ കീ ഇപ്പോൾ ട്രെയിൻ കീ ഡിക്കിയിലുണ്ട്, ട്രെയിൻ കീ പോയി എടുക്കുക കേസ് എന്തായാലും. ഓക്കെ ട്രെയിൻ കീ നമ്മൾ ഗ്രാൻഡ്പ പിന്നാലെ, എടാ ഗ്രാൻഡ്പതി പിന്നാലെ കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വട്ടം കറക്കിയിട്ടുണ്ട് ഗ്രാൻഡ്പനെ. ഗ്രാൻഡ്പ നമ്മൾ പിന്നാലുണ്ട്. ഗ്രാൻഡ്പയ്ക്ക് തോക്കും കിട്ടി കേസ്. ഡിക്കിന്ന് എങ്ങനെയാണാവോ ഗ്രാൻഡ്പയ്ക്ക് തോക്ക് കിട്ടി, നിൽക്കുന്ന വെച്ചല്ല. ഓക്കെ, ഗ്രാൻഡ്പനെ കഴിഞ്ഞ് തോക്കെടുക്കാൻ പറ്റുമോ? ഇല്ല പറ്റൂല. അങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ ഇപ്പോൾ സിമ്പിളായില്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ സ്ക്രീൻഷോട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ബുദ്ധിയുണ്ട്, ഗ്രാൻഡ്പനെ കൊല്ലാം. ഗ്രാൻഡ്പനെ കൊന്നാൽ നമുക്ക് ആ ഷോട്ട് ഗണ്ണ് കിട്ടും. ഷോട്ട് ഗണ്ണ് കിട്ടി നമുക്ക് ഗ്രാനി ഇങ്ങോട്ട് വരുമ്പോൾ ഗ്രാൻഡിനും കൊല്ലാം. ഓക്കെ, അപ്പോൾ രണ്ടായി സിമ്പിളായിട്ട് എസ്കേപ്പ് ആവാം. അപ്പോൾ ഗ്രാൻഡ്പ അങ്ങോട്ട് വേഗം വാ. ഓക്കെ, ഗ്രാൻഡ്പ ഒന്നുണ്ട് ഹെഡ് ഷോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, തോക്കെടുക്ക്. തോക്ക് ഇവിടെ, തോക്ക് കാണാനല്ലേ കേസ്. എടാ തോക്ക് അപ്രത്യക്ഷമായല്ലോ. ഇവിടെ എന്താടാ ഈ ഗെയിമിൽ സംഭവിക്കുന്നത്, ഗെയിം മൊത്തം ഗ്ലിച്ചാണെന്ന് തോന്നുന്നുണ്ട്. തോക്ക് ഒരു സ്ഥലത്ത് വെച്ചിട്ട് തോക്ക് കാണാനല്ലേ കേസ്, വെറുതെ ഒരു ഉണ്ട വേസ്റ്റാക്കി. ഒരു ഉണ്ടയ്ക്ക് എത്ര പ്രാധാന്യം ഉണ്ട് അറിയാം കേസ്. ഞാൻ തോക്കിട്ടാൻ വേണ്ടി എത്ര അധ്വാനിച്ചത്, അതും പോയി കേസ്. ഗ്രാൻഡ്പൻ്റെ കയ്യിൽ നിന്ന് തോക്കും കിട്ടിയ ഗ്രാൻഡ്പ ചത്തും ചെയ്തു കേസ്. ചത്തോണ്ടൊരു ഉപകാരമില്ല കേസ്, തോക്കും പോയി. ഒരു ശല്യം ഒഴിഞ്ഞിട്ടില്ല എന്തായാലും, ഭാഗ്യം, അത് വിചാരിച്ചാൽ മതി. ഓക്കെ, എന്തായാലും മെല്ലെ കയറി നോക്കാം. ഓ ഗ്രാനി, അമ്മേ ഗ്രാനി ഇത് എങ്ങോട്ടാ പോണത്? അങ്ങോട്ട് പോവല്ലേ, ഇവിടെ എന്തിനാണോ അങ്ങോട്ട് പോണത്? ബ്ലഡി ഫുൾസ്.
അപ്പോൾ എന്തായാലും ഗ്രാനി ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോയി ട്രെയിനിക്ക് എടുക്കാം. നമുക്ക് ട്രെയിനിക്ക് ഡിക്കിയിലാണ്. ട്രെയിനിക്ക് എടുക്ക് അതന്നെ അവിടെ ചീവീടിൻ്റെ സൗണ്ട് തേങ്ങ ചീവീടൊക്കെ വന്നിട്ട് നമ്മളെ ചെവി കുത്തി കയറുകയാണ്. ഓക്കെ, നമുക്ക് ട്രെയിനിക്ക് എടുത്തിട്ട് വേഗം ട്രെയിനിൽ കുത്തി കയറ്റാം. എന്നിട്ട് നമുക്ക് ഒറ്റ പരിപാടി നമ്മൾ ഇലക്ട്രിക് സ്വിച്ച് എടുക്കണം. ഇലക്ട്രിക് സ്വിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. എവിടെ വെച്ചാൽ നമ്മൾ ലിഫ്റ്റിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ട്. ലിഫ്റ്റിൻ്റെ ഒരു അടുക്കളേൻ്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിനിക്കും കൂടി കേസ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നല്ലോ കേസ് ഇലക്ട്രിക് സ്വിച്ച് തന്നെ ആയി പോവാണ് ഇലക്ട്രിക് സ്വിച്ച്. അപ്പോൾ എന്തായാലും നമ്മൾ ആ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ സൗണ്ട് ഉണ്ടാക്കി നമ്മൾ ഗ്രാനിനെ വിളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാനി ഇതേ പോകുന്നില്ലല്ലോ. ഗ്രാനി ഇതേ പോകുന്നുണ്ട്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തപ്പോഴാണ് വന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗ്രാനി പോയി നമുക്ക് വേഗം പോയിട്ട് നമ്മൾ ഇലക്ട്രിക് സ്വിച്ച് എടുക്കാം. നമ്മുടെ അടുക്കളേൻ്റെ അവിടെയാണ് നമ്മൾ ഇലക്ട്രിക് സ്വിച്ച് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഗ്രാനി ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് അറിയില്ല കേസ്. മെല്ലെ ഒളിഞ്ഞ് നോക്കാം, അവിടെ ആരുമില്ല. ഓക്കെ, മെല്ലെ പോകും. മുള്ളിൽ കൂടെ പോകണത്ര സേഫ് അല്ല, പുറത്തോട് തന്നെ പോവാം. എന്നാലും നമുക്ക് അതൊരു ഉപകാരമുള്ളൂ കേസ്. ചാവാൻ ചാൻസ് ഉണ്ട് പുറത്തോട് പോയാൽ, ഉള്ളിൽ കൂടെ പോയാൽ. അപ്പോൾ നമുക്ക് പുറത്തുകൂടെ തന്നെ പോവാം. ഓക്കെ, അപ്പോൾ മെല്ലെ കയറി നോക്കി അടുക്കളയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഗ്രാനിയാണ് കൂടുതൽ അടുക്കളയിൽ ഉണ്ടാവില്ല, ഇവിടെ ആരെയും കാണാനില്ല. ഓക്കെ, ഗ്രാനി മാത്രമേ ഉണ്ടാവുള്ളൂ അടുക്കളയിൽ കൂടുതലായിട്ട്. ഗ്രാനി ഇപ്പം ഉണ്ടാവും, പക്ഷേ കൂടുതലാണ് അങ്ങനെയാണല്ലോ അടുക്കളയിൽ ജോലി ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വേഗം സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഓക്കെ, ഇതിപ്പോൾ വേറെ പ്രശ്നം വന്നു, സൗണ്ട് ഉണ്ടാക്കാനും പറ്റുന്നില്ല. എന്താടാ ഇതൊക്കെ സംഭവിക്കുന്നത് ഇവിടെ? എനിക്ക് തോന്നുന്നത് നാലാമത്തെ ദിവസമായ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് കൈയൊക്കെ വിറച്ച് പോയിണ്ടാവും അടി കൊണ്ടിട്ട്. എത്ര വട്ടം കേസ് ചപ്പാത്തി കോലുകൊണ്ടും തോക്കൊണ്ടും അടി കൊള്ളുന്നു. എന്താ നിങ്ങൾ പറയുന്നത് കേസ്? അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ മുകളിലേക്ക് കയറിയിട്ടുണ്ട് കേസ്. അതാണ് ഞാൻ കുറച്ചേരം അവിടെ നിന്നത്. ഞാനിപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുന്നത് നോക്കാൻ വേണ്ടി ഞാനിപ്പോൾ എന്തായാലും മുകളിൽ കയറിയിട്ടുണ്ട് കേസ്. അപ്പോൾ എന്തായാലും വേഗം കൊണ്ടുപോയിട്ട് നമ്മളെ ഇലക്ട്രിക് സ്വിച്ച് നമുക്ക് വേഗം കൊണ്ടുപോയി ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് എസ്കേപ്പ് ആവാം കേസ്. ഇതിന് മുമ്പ് ഇതിൽ കുറേ നേരം കളിക്കണം. ഓക്കെ, കുറച്ച് നേരം നമ്മൾ കട്ട് ചെയ്ത് വിട്ടാണ് കേസ്. കുറച്ച് നേരം ഉണ്ട്, ഒരു 30 ഉണ്ടാവില്ല, ഒരു 28 സെക്കൻഡൊക്കെ 28 മിനിറ്റൊക്കെ ഉണ്ടാവും കേസ്. ഓക്കെ, 29 മിനിറ്റൊക്കെ ഉണ്ടാവും. കുറച്ച് നേരം കട്ട് ചെയ്താണ്. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സംഭവം കൂടി കുടുക്കിയിട്ട് നമ്മൾ ഇതും കൂടി സെറ്റ് ആക്കിയിട്ട് നമുക്ക് ട്രെയിൻ എസ്കേപ്പ് ചെയ്യാൻ പോകുന്ന കേസ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫുൾ പവർ ആക്കുക കേസ്. നിങ്ങളുടെ ഒറ്റ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേസ്. ഓക്കെ, നിങ്ങൾ സപ്പോർട്ടാണ് എനിക്ക് വലുത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഫൈനലി എസ്കേപ്പ് ആവുകയാണ് കേസ്. ട്രെയിൻ എസ്കേപ്പ് ഗ്രാനി ചാപ്റ്റർ 3 എന്ന ആ ഒരു വലിയൊരു ഗെയിമിൽ നിന്ന് നമ്മൾ ട്രെയിൻ എസ്കേപ്പ് നടത്തിയ കേസ്. ബോത്തിലാണ് നമ്മൾ ട്രെയിൻ എസ്കേപ്പ് നടത്തുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം ഗ്രാനി 3 ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാനി 3 ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഗ്രാനിപ്പോൾ നോക്കി നിൽക്കണം കേസ്. അപ്പോൾ കേസ് ഈ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഏതാണ് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കട്ടെ കേസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.